മനുഷ്യൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കടുവ മുറിയിലേക്ക് കയറി. പക്ഷേ കടുവ അകത്ത് കയറിയത് അയാൾ അറിഞ്ഞിരുന്നില്ല. കടുവ കൗതുകത്തോടെ സമീപത്ത് മണം പിടിച്ചു നിന്നു. അടുത്ത നിമിഷം തന്റെ മുന്നിലുള്ള കടുവയെ കണ്ട് ആ മനുഷ്യൻ ഭയന്നു. അയാൾ ഉടനെ ബാത്ടബിൽ മുങ്ങിക്കിടന്നു. പേടിച്ചരണ്ട അയാൾ വായ തുറന്ന് ശ്വസിക്കാൻ തുടങ്ങി. കുറെ നേരമായിട്ടും കടുവ പോയില്ല. കടുവയുടെ നേരെ സോപ്പ് വതയെറിയുകയല്ലാതെ ആ മനുഷ്യന് മറ്റു മാർഗമില്ലായിരുന്നു. തുടർന്ന് പെട്ടെന്ന് കുളിമുറിയിൽ നിന്ന് പുറത്തേക്കോടി. അയാൾ പുറത്തു വന്നപ്പോൾ കപ്പൽ മുഴുവനും കടുവകൾ കീഴടക്കിയിരിക്കുന്നു. അങ്ങനെ അയാൾ ഒരു ടാർപോളിന്റെ അടിയിൽ ഒളിച്ചിരുന്നു. അപ്പോഴും കടുവ അയാളെ കണ്ടെത്തി. കടുവ പതുക്കെ അയാളുടെ അടുത്തേക്ക് വന്നു. ഭയന്നുപോയ അയാൾ ഉടൻ തന്നെ ഒരു പഴുതിലേക്ക് ചാടി. കപ്പലിലുള്ള എല്ലാവരും അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാരണം അയാൾ ഒരു മൃഗപരിശീലകനായിരുന്നു. കടുവകളെ പഴയ പോലെ കൂട്ടിലാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിനാൽ അവർ അയാളെ പുറത്തേക്കെറിഞ്ഞു. കടുവയും ആ ബഹളം കേട്ട് അവിടേക്ക് വന്നു. കടുവയെ ആദ്യം സൂക്ഷിച്ചിരുന്ന കൂട്ടിലേക്ക് കയറുകയല്ലാതെ അയാൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. താമസിയാതെ കടുവകൾ കൂടിനു ചുറ്റും വളഞ്ഞു. ഒരു കടുവ വാട്ടർ പൈപ്പ് കൊണ്ടുവന്ന് അയാളുടെ നേരെ വെള്ളം തളിച്ചു. ഈ നിർണായക നിമിഷത്തിൽ അന്ന പുറത്തേക്ക് വന്നു. കടുവകളെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ഭയന്ന് നിലത്തിരുന്നു. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, കടുവ അവളെ ഉപദ്രവിച്ചില്ല. പകരം കടുവ അന്നയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അനുസരണ കാണിച്ചു. ബോധം വന്ന ക്യാപ്റ്റൻ അന്നയോട് കടുവയെ വീണ്ടും കൂട്ടിലാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൾ അബദ്ധത്തിൽ കടലിലേക്ക് വീണു. കടുവ അവളെ രക്ഷിക്കാൻ കടലിലേക്ക് ചാടി. കടൽ തീരത്ത് വിശ്രമിച്ചിരുന്ന ആളുകൾ കടുവയെ കണ്ടു. പരിഭ്രാന്തരായ ജനക്കൂട്ടം ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ഭാഗ്യവശാൽ അന്ന കടുവകളെ കപ്പലിലേക്ക് തിരികെ കൊണ്ടുവന്നു. തുടർന്ന് അന്ന കടുവകളെ വീണ്ടും സ്വന്തം കൂടുകളിലേക്ക് ആക്കി. അപ്രതീക്ഷിതമായ ഒരു കടുവയെ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും?